വാർത്തകൾ തുടരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടറായ പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. അത് സംബന്ധിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൈക്കൂലി ആരോപണം ഇദ്ദേഹം നേരിട്ടിരുന്നു. 5 വർഷത്തിലേറെ സേവനം ബാക്കി നിൽക്കെയാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ സർവീസിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. കൈക്കൂലി ആരോപണം അദ്ദേഹം നേരിട്ടിരുന്നു. 5 വർഷത്തിലേറെ സേവനം ബാക്കി നിൽക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ. നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനും ഇഡി ഡെപ്യൂട്ടി ഡയറക്ടറുമായ പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. ധനകാര്യ മന്ത്രാലയം ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കൈക്കൂലി അടക്കം നിരവധി ആക്ഷേപങ്ങളിൽ രാധാകൃഷ്ണനെതിരെ അന്വേഷണം നടന്നിരുന്നു. ഇതിനെ തുടർന്നാണ് നിർബന്ധിത വിരമിക്കലിന് നിർദ്ദേശിച്ചത്. മുൻപും നിരവധി ആക്ഷേപങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ ഇദ്ദേഹം വളരെ വിവാദമായ കേസുകളടക്കം അന്വേഷിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. നിലവിൽ ജമ്മു കാശ്മീരിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 വർഷത്തിലേറെ സേവനം ബാക്കി നിൽക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ ആയ പി രാധാകൃഷ്ണനെയാണ് സർവീസിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. കൈക്കൂലി ആരോപണം അടക്കം അദ്ദേഹം നേരിട്ടിരുന്നു. 5 വർഷത്തിലേറെ സേവനം ബാക്കി നിൽക്കെയാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ.